കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിൻ്റെ ഒരു കമൻറ്റ്, സത്യസന്ധമായും ഹക്കായും ഒരു ഉസ്താദാണ് എനിക്കിത് അയച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ കമൻറ്റായിട്ട് അയച്ചു തന്നതാണ്. ആ കമൻറ്റ് ഇങ്ങനെയാണ്: വെറുതെ ഓതാൻ പോയി ഞാൻ സമയം കളഞ്ഞു. ആ പോക്ക് നേരെ നടന്ന് ബോംബെയിലും അവിടുന്ന് മക്കയിലേക്കും പോയാൽ മതിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജീവിതസ്ഥിതി ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിപ്പോകുന്നതിൽ തെറ്റില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് തോന്നിയതെന്ന് ചോദിച്ചാൽ ദേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. പുള്ളി ഞങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം കണ്ട് പിന്നെ കണ്ടില്ലെങ്കിൽ പരിചയം ഉണ്ടാവണമെന്നില്ല. കാരണം ആദ്യം കണ്ട ആളൊന്നുമല്ല. നമ്മുടെ ഷിഹാബ് ചോറ്റൂരിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയുടെ ചില വീഡിയോ ദൃശ്യങ്ങളാണ് കണ്ടത്. അദ്ദേഹം ഇപ്പോൾ വലിയൊരു മൗലാന ആണ്, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ വില കൂടിയ കാറുകളുടെ ബ്രാൻഡ് അംബാസിഡറായും സംഗതികളൊക്കെ വരാറുണ്ട്. ഒന്നൊരു തെറ്റൊന്നുമല്ല. പുള്ളിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയുള്ള മാറ്റം ഉണ്ടാകുന്നതിനെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പക്ഷേ അത്തരം ചില കാര്യങ്ങളായിരുന്നു ആ നടത്തത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി അന്ന് കൊല്ലാൻ വന്നു. ചന്ദ്രനെ പിളർന്നുവെന്നും മറ്റേത് കണ്ടുവെന്നും ആകാശത്ത് കണ്ടുവെന്നും ഒക്കെ പറഞ്ഞുള്ള ബെയ്ത്തുമൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോഴേ ഇതൊരു റിലീജിയോ കൊമേഴ്സ്യൽ ടെക്നോ കൊമേഴ്സ്യൽ പ്രോജക്റ്റാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കൈകാര്യം ചെയ്യാൻ വന്നിരുന്നു നമ്മളെയൊക്കെ. ഇപ്പോൾ എന്തായാലും അദ്ദേഹം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഈ ഉസ്താദിൻ്റെ വേദന പടച്ചമ്പുരാൻ മാറ്റി കൊടുക്കട്ടെ. ഉസ്താദ് എന്ത് ചെയ്യാനൊക്കും? അന്ന് പോയില്ലല്ലോ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങേക്കിപ്പോൾ പ്രായമായി. ഇപ്പം നടന്നു പോയാൽ അങ്ങ് വരെ എത്തത്തുമില്ല. അത് മാത്രമല്ല, വഴിക്ക് ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും അടക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ കാശ് കിട്ടണ്ടേ? അംഗീകാരവും ഒരു ചിത്രവും വീഡിയോയും ക്ലിപ്പും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടണ്ടേ? മരിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് അതിനൊക്കെ താല്പര്യം? അപ്പോൾ അതുകൊണ്ട് ഉസ്താദ് പൊരുത്തപ്പെടുക, പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. പടച്ചവൻ എല്ലാം ഹൈറിലാക്കി തരും. ആമീൻ.